നിങ്ങളുടെ ഇരു കൈപ്പത്തികൾ എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി അഥവാ പ്രാണൻ. അപ്പോൾ നിങ്ങൾ ആവശ്യം പോലെ സ്വീകരിച്ചോളൂ. ലോർഡ് കൃഷ്ണാസ് പ്രസൻസ്, ഭഗവാൻ കൃഷ്ണൻ്റെ ഊർജം, അനുഗ്രഹം, ആശീർവാദം, ഭഗവാന്റെ സാന്നിധ്യം, സാമീപ്യം, സൗരഭ്യം സ്വീകരിക്കുക. നിങ്ങളുടെ കൈപ്പത്തികൾ തുറന്ന് ഇതുപോലെ വയ്ക്കുക, സ്വീകരിക്കുക. നിങ്ങളുടെ കൈപ്പത്തികളിലൂടെ സ്വീകരിക്കപ്പെടുന്ന ഊർജം യേശു നാഥനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, പ്രപഞ്ച ഊർജം. നിങ്ങൾ ദൈവത്തിൻ്റെ ഏത് നാമം വിളിച്ചാലും ശരി, ഏത് രൂപത്തിലും അരൂപമായിട്ട് കണ്ടാലും ശരി, പ്രകാശമായിട്ട് സ്വീകരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഊർജം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് ആ ഭാഗത്തേക്ക് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക. അതൊരു ചികിത്സാ ഊർജം പോലെ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ, നന്മയും നല്ലതും ഉണ്ടാവട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഊർജം ഭഗവാന്റേത്. ഏത് പേരിൽ നിങ്ങൾ ദൈവത്തെ വിളിച്ചാലും സങ്കല്പിച്ചാലും ആ കടാക്ഷം, ആ ഐശ്വര്യം, നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ഊർജം യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി അഥവാ പ്രാണൻ, വിശ്വജീവശക്തി, കൃഷ്ണൻ, ജീസസ് ക്രൈസ്റ്റ്, അല്ലാഹ്, നിങ്ങൾ ഏത് നാമത്തിൽ, ബുദ്ധൻ, മഹാവീരൻ, ബാബാജി, നിങ്ങൾ ഏത് നാമത്തിൽ ദൈവസങ്കല്പം, ദൈവരൂപം, അരൂപം, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ചൈതന്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് എന്ത് അസ്വസ്ഥതയുണ്ടോ അവിടം ലഭിക്കുന്നതായി സങ്കല്പിക്കുകയും അതിന് കാരണമായിട്ടുള്ള എത്തരം കർമ്മദോഷം, ജന്മജന്മാന്തരങ്ങളുടെ എത്തരം ഊർജ തടസ്സങ്ങൾ ഇല്ലാതെ ആവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ലഭിക്കട്ടെ. തുറന്ന മനസ്സാലെ നിങ്ങളുടെ ഇരു കൈപ്പത്തികൾ തുറന്ന് ഊർജം സ്വീകരിക്കുക. ലഭിക്കുന്ന ഊർജം നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും വൈകാരികമായും കുടുംബപരമായും സാമൂഹികമായും സാമ്പത്തികമായും ആധ്യാത്മികമായും പൂർണ്ണ അറിവ് ലഭിക്കാൻ കാരണമാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികം, മാനസികം, വൈകാരികം ഏത് തലത്തിലാണെങ്കിലും ആ വിഷയം പരിഹരിച്ച് ലഭിച്ചതായിട്ട് സങ്കല്പിക്കുക ദൈവനാമത്തിൽ. ഇനി ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും പ്രപഞ്ച ഊർജം, പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ നാമത്തിൽ സ്വീകരിച്ചാലും തുറന്ന മനസ്സാലെ മുൻവിധിയും പിൻവിധിയും ഇല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക ഭാവത്തോടു കൂടി സ്വീകരിക്കുക. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ലഭിച്ചേക്കാവുന്നതിലും നന്ദി സമർപ്പിക്കൂ. ഇപ്പോൾ ഈ നിമിഷത്തിനും ദൈവത്തോട്, പ്രകൃതിയോട് നന്ദി.